ഹലോ ഓൾ, നമ്മൾക്ക് നിലവിലുള്ള ഈ ഒരു ടൂൾ ഏകദേശം എല്ലാവർക്കും ലഭിക്കുന്ന ഒരു ടൂളാണ് അഫിലിയേറ്റ് പാർട്ണർഷിപ്പ്. നമ്മൾക്ക് ഫേസ്ബുക്കിൽ കണ്ടന്റ് മോണിറ്റൈസേഷൻ ടൂൾ കിട്ടാതെ തന്നെ നമ്മൾക്ക് ഈ ഒരു ടൂൾ മുഖാന്തരം നമുക്ക് കമ്മീഷൻ പ്രകാരം നമുക്ക് ഏണിങ്സ് ഉണ്ടാക്കാൻ സാധിക്കും. നല്ല നിലയിൽ നിങ്ങൾക്ക് ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് റിവ്യൂ ചെയ്യാൻ കഴിവുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു ഏണിങ്സ് ഉണ്ടാക്കാൻ സാധിക്കും. നിങ്ങൾ അതിന് വേണ്ടിയിട്ട് പല ആപ്പിൽ നിന്നും സാധനം പർച്ചേസ് ചെയ്യണമെന്നില്ല. നിങ്ങളുടെ വീട്ടിൽ നിലവിലുള്ള പ്രൊഡക്റ്റ് തന്നെ അതിനെ നല്ല രീതിയിൽ റിവ്യൂ ചെയ്തിട്ട് ആ പ്രൊഡക്റ്റ് നിങ്ങൾ ഫ്ലിപ്കാർട്ടിലോ അല്ലെങ്കിൽ മന്ത്രയിലോ അല്ലെങ്കിൽ ആമസോണിലോ സെർച്ച് ചെയ്തിട്ട് ആ പ്രൊഡക്റ്റ് കണ്ടെത്തിയിട്ട് അതിന്റെ ലിങ്ക് നിങ്ങളുടെ വീഡിയോയുടെ കൂടെ ആഡ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് കണ്ടിട്ട് ആരെങ്കിലും പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിലൂടെ ഏണിങ്സ് ഉണ്ടാക്കാൻ സാധിക്കും. നമുക്ക് ആ ടൂള് കിട്ടിയില്ലെങ്കിലും CM ടൂള് കിട്ടാതെ തന്നെ ഏണിങ്സ് ഉണ്ടാക്കാനുള്ള ഒരു മാർഗമാണ് ഈ അഫിലിയേറ്റ് പാർട്ണർഷിപ്പ്. അപ്പോൾ ഈ അഫിലിയേറ്റ് പാർട്ണർഷിപ്പിന്റെ ബാങ്ക് അക്കൗണ്ട് എങ്ങനെയാണ് നമ്മൾ ആഡ് ചെയ്യേണ്ടത് അതുമായി ബന്ധപ്പെട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അഫിലിയേറ്റ് പാർട്ണർഷിപ്പിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും കോർണർ ഭാഗത്ത് ഏണിങ്സ് ഇവിടെ കാണാൻ സാധിക്കും. ഈ ഏണിങ്സിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഏണിങ്സ് കാണാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ഇവിടെ അതിന് താഴെ നമുക്ക് ഇവിടെ ഫ്ലിപ്കാർട്ട് കമ്മീഷൻ ഇവിടെ കാണാൻ സാധിക്കും. അവിടെ ഈ ഒരു ഭാഗത്ത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ഫ്ലിപ്കാർട്ടിന്റെ സൈറ്റിലേക്ക് പോകാനുള്ള ഒരു ഓപ്ഷൻ കാണാം. ഇവിടെ ഗോ ടു ഫ്ലിപ്കാർട്ട്. ഇവിടെ ഈ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ നിങ്ങളുടെ പ്രൊഫൈലിന്റെ ഭാഗത്ത് ഫ്രണ്ട് ഭാഗത്ത് എത്താൻ സാധിക്കും. അപ്പോൾ നിങ്ങളുടെ ഈ മുകളിലുള്ള ഈ പ്രൊഫൈലിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു ഇന്റർഫേസ് ആയിരിക്കും വരുന്നത്. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ആഡ് ബാങ്ക് ഡീറ്റെയിൽസ് ഫോർ പേ ഔട്ട് എന്ന് ഇവിടെ കാണാൻ സാധിക്കും. ഇവിടെ നിങ്ങൾക്ക് പ്രൊഫൈലിൽ എന്തെങ്കിലും ഫോട്ടോ വെക്കണമെങ്കിൽ ഫോട്ടോ വെക്കുക. ഇവിടെ വേറെ ഡിസ്ക്രിപ്ഷനിൽ എന്തെങ്കിലും കൊടുക്കണമെങ്കിൽ കൊടുക്കുക. പിന്നെ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വീഡിയോ കാര്യങ്ങൾ എന്തെങ്കിലും അപ്ലോഡ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗത്ത് നമുക്ക് ഇവിടെ ആഡ് ബാങ്ക് ഡീറ്റെയിൽസ് എന്നുള്ള ഈ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഇന്റർഫേസിലായിരിക്കും പോകുന്നത്. ഫസ്റ്റ് തുടക്കത്തിൽ തന്നെ കാണാൻ സാധിക്കും അക്കൗണ്ട് നമ്പർ, അതുപോലെ തന്നെ കൺഫേം അക്കൗണ്ട് നമ്പർ, അതിന് താഴെ IFSC കോഡ്, അതിന് താഴെ ബാങ്ക് അക്കൗണ്ട് ഹോൾഡർ നെയിം, അതായത് നിങ്ങളുടെ അക്കൗണ്ടിലുള്ള പേര് എന്താണ് അത് കറക്റ്റ് അവിടെ ഉണ്ടാവണം. പിന്നെ പാൻ കാർഡ് നമ്പർ, പാൻ കാർഡിന്റെ ഫ്രണ്ട് ഭാഗത്തുള്ള നമ്പർ ഏതാണോ ആ നമ്പർ അവിടെ കൊടുക്കണം. പിന്നെ നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിലുള്ള അഡ്രസ്, അതുപോലെ തന്നെ ഇവിടെ സ്റ്റേറ്റ്, അതിന്റെ താഴെ നമ്മൾ ഐ ഹാവ് എ GST ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ അവിടെ ടിക്കറ്റ് കൊടുക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അതിനുശേഷം നമ്മൾ ഈ ഒരു ഭാഗത്ത് അടിഭാഗത്ത് ഒരു ടിക്കറ്റ് കൊടുത്തതിന് ശേഷം നമ്മൾ താഴെ സബ്മിറ്റ് ചെയ്ത് കൊടുക്കലാണ്. ഓക്കെ, നിലവിൽ ഞാനെല്ലാം ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എനിക്ക് GST നമ്പർ ഉണ്ടായതുകൊണ്ട് GST നമ്പറിന്റെ ആ ഭാഗത്ത് ടിക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളിവിടെ താഴെയുള്ള സബ്മിറ്റ് നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇനി GST കൊടുക്കണം നിർബന്ധമില്ല കേട്ടോ, ഉള്ളവർ മാത്രം ഇവിടെ കൊടുത്താൽ മതി. സബ്മിറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വാലിഡേറ്റിംഗ് യുവർ ഇൻഫർമേഷൻ, നമ്മളുടെ ഇൻഫർമേഷൻ അവിടെ വാലിഡേറ്റ് ചെയ്യാണ്. വാലിഡേറ്റിംഗ് ബാങ്കിങ് ഡീറ്റെയിൽസ്, വി വിൽ ഡെപ്പോസിറ്റ് എ സ്മോൾ എമൗണ്ട് ഇൻ ടു യുവർ അക്കൗണ്ട് ടു കംപ്ലീറ്റ് വെരിഫിക്കേഷൻ, പ്ലീസ് ഡു നോട്ട് ക്ലോസ് ദ ആപ്പ്. നമ്മളുടെ വെരിഫൈ ചെയ്തതിന് ശേഷം ചെറിയൊരു എമൗണ്ട് നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്തും. ആ എമൗണ്ട് എത്രയാണോ നമ്മൾക്ക് വന്നിട്ടുള്ളത് ആ എമൗണ്ട് നമ്മൾ ഇവിടെ ഫില്ല് ചെയ്ത് കൊടുക്കണം. ഇവിടെ ഫില്ല് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ അവിടെ വെരിഫൈ ചെയ്യുമ്പോഴാണ് ഈ സംഭവം സക്സസ് ആയിട്ട് വരില്ലേ. നിലവിൽ എനിക്ക് എമൗണ്ട് അവർ അയച്ചിട്ടുണ്ട്. ആ എമൗണ്ട് എത്രയാണ് ഞാൻ ഇവിടെ നോക്കാം. നിലവിൽ എനിക്ക് ചെറിയൊരു എമൗണ്ട് അയച്ചിട്ടുണ്ട്. ആ എമൗണ്ട് ഞാൻ ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഞാൻ അവിടെ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം താഴെയുള്ള ഈ വെരിഫൈയിൽ ക്ലിക്ക് ചെയ്യാം. വെരിഫൈയിൽ ക്ലിക്ക് ചെയ്ത് ഓക്കെ, നിലവിൽ എൻ്റെ സക്സസ് ആയിട്ട് വന്നിട്ടുണ്ട്. ബാങ്ക് അക്കൗണ്ട് ആഡ് ചെയ്തത് സക്സസ് ആയിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, ഇനിയിപ്പം നിലവിൽ എനിക്ക് അവിടെ ഈ ഫേസ്ബുക്കിൽ ലഭിക്കുന്ന വരുമാനം നമ്മൾക്കൊരു നിശ്ചിത സംഖ്യ, അതായത് നമ്മൾക്ക് ഫേസ്ബുക്കിൽ എപ്പോഴാണോ ലഭിക്കുന്നത് അതുപോലെയല്ല ഇവിടെ നമ്മൾക്കൊരു 2,500 അങ്ങനെ ഒന്നുകിൽ 2 മാസത്തെ കണക്കാണ്, അതായത് 60 ദിവസം, അല്ലെങ്കിൽ നമ്മൾക്ക് 2,500 റീച്ച് ലിമിറ്റ്. ആ എമൗണ്ട് എപ്പോഴാണോ ആവുന്നത് ആ എമൗണ്ട് ആവുന്ന സമയത്ത്, കാരണം നമ്മളുടെ ഈ അവിടെ കാണുന്ന കമ്മീഷനിൽ 2,500 ആയി കഴിഞ്ഞാൽ നമ്മൾക്ക് അതേ സ്പോട്ടിൽ തന്നെ ഈ ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്തില്ല. അതിനൊരു ടൈം ഉണ്ട്. അതായത് ഈ ഫ്ലിപ്കാർട്ടിൽ ഒരു പ്രൊഡക്റ്റ് പോയി കഴിഞ്ഞാൽ, ഏത് സാധനമായാലും മിന്ത്രയിലായാലും ആമസോണിലായാലും പ്രൊഡക്റ്റ് പോയി കഴിഞ്ഞാൽ അതിന് റിട്ടേൺ അയക്കാൻ വേണ്ടിയുള്ള ഒരു കാലാവധി ഉണ്ട്, 7 ദിവസം അങ്ങനത്തെ ഒരു കാലാവധി ഉണ്ട്. അതും കൂടി കഴിഞ്ഞിട്ട് കസ്റ്റമറുടെ കയ്യിൽ നിന്ന് സാധനം റിട്ടേൺ വരുന്നില്ല എന്ന് ഉറപ്പാക്കിയതിന് ശേഷമായിരിക്കും അതിൻ്റെ അകത്തുള്ള എമൗണ്ട് നമുക്ക് ലഭിച്ചു തുടങ്ങിയത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഈ ഫേസ്ബുക്കിൽ ഈ അഫിലിയേറ്റ് പാർട്ണർഷിപ്പിന്റെ ഫ്ലിപ്കാർട്ടിന്റെയും അതുപോലെ തന്നെ മിന്ത്രന്റെ ഒക്കെ അക്കൗണ്ട് ഇതിന്റെ കൂടെ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പം കാര്യങ്ങളൊക്കെ ഏകദേശം മനസ്സിലായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഈ ഒരു കാര്യം നിങ്ങൾക്ക് ഓർമ്മ വേണം, ഈ നമുക്കെല്ലാം കൊടുത്തതിന് ശേഷം സബ്മിറ്റ് കൊടുത്തതിന് ശേഷം
നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് വരുന്ന എമൗണ്ട് അവിടെ ഫില്ല് ചെയ്ത് കൊടുക്കണം. അപ്പോഴാണ് അത് വെരിഫൈ ചെയ്തിട്ട് കൺഫേം ആയിട്ട് സക്സസ്ഫുൾ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഏകദേശം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട ഞാൻ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. യൂട്യൂബിലാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫേസ്ബുക്കിലാണെന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യുക. വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവർക്കും ഗുഡ് ബൈ, ജയ് ഹിന്ദ്.